ഈ ഒരു സമയത്ത് യുദ്ധത്തിന് പോകരുത്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ആക്രമിക്കരുത്, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ഹമാസ് ഭീകര സംഘടനയാണോ എന്നാണ് ആ ചോദ്യമല്ല ഇപ്പോ പ്രസക്തം, ആ തർക്കമല്ല പ്രസക്തം. ഇസ്രായേൽ നീതി പാലിക്കുക എന്നതാണ്. എന്നാൽ ഇതേ ആൾക്കാർ തന്നെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുക എന്നത് ഹമാസിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു റൈറ്റാണ് എന്നും അവരെ നിരന്തരം ഒരു വലിയ രാജ്യം ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മതപരമായിട്ടുള്ള പീഡനം അവർ നേരിടുന്നുണ്ട്, അവിടെയുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിന് തിരിച്ചടിക്കുക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അതേ ആൾക്കാരാണ് ഈ കൂട്ടർ. ഞാൻ നേരത്തെ 90% ഭൂമിയും നഷ്ടപ്പെട്ട ഒരു വിഭാഗം, ആ നഷ്ടപ്പെട്ട വിഭാഗം പലതരത്തിലും ചെറുത്തു നിൽക്കും, തിരിച്ചടിക്കും. ആ സമയത്ത് തിരിച്ചടിക്കുന്നവന്റെ ജാതകം പരിശോധിക്കുന്നതല്ല പ്രസക്തമായിട്ടുള്ളത്. ഇവിടെ യുദ്ധക്കൊതിയന്മാർ ഇരിക്കുന്നേ, നമുക്ക് യുദ്ധമല്ല വേണ്ടത്, സമാധാനമാണ്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ ബോംബ് പൊട്ടുന്ന സമയത്താണ് നമ്മൾ ഈ യുദ്ധത്തിൻ്റെ കെടുതികളൊക്കെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയുന്നത്. പ്രിയപ്പെടുത്തി ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളെ മറ്റാരും തന്നെ മതേതരത്വം പഠിപ്പിക്കാനായിട്ട് വരേണ്ടതില്ല. ആ മതേതരത്വത്തിനെ ലംഘിക്കുന്ന, ഇവിടുത്തെ ജനാധിപത്യത്തിനെ വെല്ലുവിളിക്കുന്ന ഭീകരവാദികൾക്ക് തക്കതായിട്ടുള്ള മറുപടി നൽകണം എന്ന് പറഞ്ഞാൽ അത് യുദ്ധക്കൊതിയല്ല, മറിച്ച് അത് സമാധാനം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സൈനിക ശക്തി എവിടെയൊക്കെ പ്രയോഗിക്കണമോ അതിലൊട്ടും അമാന്തം നമുക്ക് പാടില്ല എന്ന് സർക്കാരിനോട് നമ്മൾ പറയുകയും ആ തീരുമാനം നമ്മുടെ ഭരണ നേതൃത്വം, നമ്മുടെ സൈനിക നേതൃത്വം എടുക്കുമ്പോൾ അടിയുറച്ച് അവരുടെ പിന്നിൽ നിൽക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ധർമ്മമാണ് ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും ആ സമയത്ത് ചെയ്യുന്നത്. അതല്ലാതെ ആ സമയത്ത് കുത്തിത്തിരിപ്പ് നടത്തുകയും രാജ്യം ഉചിതമായ തിരിച്ചടി നൽകണം എന്ന് പറയുന്ന ആൾക്കാരെ യുദ്ധക്കൊതിയന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അധികകാലം എങ്ങോട്ടും പോകാൻ കഴിയില്ല. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ, സൈനികരെ പോലുമല്ല എന്നോർക്കണം, അവരെ പോയിന്റ് ബ്ലാങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊന്ന് തള്ളുകയാണ് എന്നൊരാൾ തീരുമാനിച്ചാൽ അവർക്കെതിരെ, ആ സംഘടനയ്ക്കെതിരെ, അതിന് പിന്തുണ നൽകുന്ന രാജ്യത്തിനെതിരെ അതിശക്തമായി നമ്മൾ തിരിച്ചടിക്കും. ഇനി അഥവാ നിങ്ങൾ അതിനെ യുദ്ധക്കൊതി എന്ന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നത് ആത്യന്തികമായി സമാധാനം പുലരണം എന്നും ഒരു തെമ്മാടി രാഷ്ട്രം നന്നാവണം എന്നും മാത്രമാണ്.